ഗായ്സ് പിരമിഡ്. നമ്മളിപ്പോൾ ഉള്ളത് ഈജിപ്തിലാണ്. ഈജിപ്തിലെ പിരമിഡിൻ്റെ അടുത്ത് ഗായ്സ്. ഇതാണ് നമ്മൾ ഈജിപ്തിൽ, അതായത് ഗിസയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് എടുത്ത റൂം. നമ്മളുടെ റൂമിൻ്റെ പുറംഭാഗം. ഈജിപ്ഷ്യൻ ഫുഡ്. ഗൈസ്, ഈജിപ്ത് ഡേ 1. അങ്ങനെ നമ്മളിവിടെ എത്തി റൂമൊക്കെ എടുത്ത് സിമ്മെല്ലാം എടുത്ത് ഇങ്ങനെ ഗിസ സിറ്റിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ സ്ഥിതി ചെയ്യുന്ന ഗിസ സിറ്റി. ഈജിപ്തിലെ ഒരു എന്താ ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാണിച്ചു തരാം. നാട്ടിൽ കിട്ടുന്ന ഈ സാധനം, ഇതിന് പേരും കറിയില്ല. ഇതിനൊക്കെ ഇവിടെ 10 ഈജിപ്ഷ്യൻ പൗണ്ട്, അതായത് നമ്മുടെ നാട്ടിലെ 20 റുപ്പീസ്. ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ $0.4. ഗൈസ്, ഒരുപാട് ഐറ്റംസ്. അവരെന്താ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണ്ട. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. സാധാരണ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന പോലെ തന്നെ നല്ലൊരു എക്സ്പെൻസ് വരുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഒരു ചിക്കൻ ശൂരിയോ എന്തോ ഒരു ഭക്ഷണം. അപ്പോൾ ഇവിടെ ഉള്ള ഒരാളടുത്ത് കഴിച്ചത് ബെസ്റ്റ് ഫുഡാന്ന് പറഞ്ഞ് കഴിച്ചതാണ്. ചിക്കൻ ശൂരിയും പിന്നെ ചിക്കൻ ക്രിസ്പി, രണ്ടും നല്ലോണം പൈസ പൊട്ടി. അറൗണ്ട് 550 ആയി. 550 ഈജിപ്ഷ്യൻ പൗണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സിം എടുക്കാൻ വേണ്ടി പോയി. സിം എടുത്ത സമയത്ത് ഫസ്റ്റ് ചോദിച്ച സമയത്ത് 700 എന്തോ പറഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ എയർപോർട്ടിൽ ഒരാൾ എയർപോർട്ടിൽ നിന്ന് കൂടുതലുള്ള ഒരാൾ എയർപോർട്ടിൽ നിന്ന് ചെറിയ പൈസ, അതായത് 274 ഒരു സിം എടുത്തിരുന്നു. ആ കാര്യം പറഞ്ഞ സമയത്ത് ആ സെയിം റേറ്റ് നമുക്ക് അവിടെ നിന്ന് സിം വന്നു. പിന്നെ നമ്മൾ ഒരു നല്ലൊരു ബേക്കറി ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിൽ കയറി അവിടെ വെള്ളം വാങ്ങി. വെള്ളത്തിന് 10 പൗണ്ട്. നമ്മൾ ആദ്യം കഴിച്ച ഫുഡ് കഴിച്ച അവിടെ നിന്ന് വെള്ളം വാങ്ങിയത് അവിടെ 50 പൗണ്ട്. അതേപോലെ ബേക്കറി ഐറ്റംസ്, ഈ ബണ്ണ്, ബ്രെഡ്, ഇതിനെല്ലാം 10-15 പൗണ്ട്. അത് നമ്മൾ ആദ്യം ഫസ്റ്റ് കയറിയ ഹോട്ടലും അവിടെ നിന്ന് വാങ്ങിയ വെള്ളവും ഭക്ഷണവും അടിപൊളി, നല്ല റേറ്റ് അവർ വാങ്ങിയിട്ടുണ്ട്. പിന്നുള്ളത് ചീപ്പ്. അപ്പം നോക്കിയിട്ട് എല്ലാവരും ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്ത് ടാക്സി എന്തായാലും റേറ്റ് കുറഞ്ഞ സാധനത്തിന് കുറഞ്ഞ റേറ്റിൽ കിട്ടും, അതേപോലെ തന്നെ നല്ല റേറ്റിലും കിട്ടും. ഓക്കെ ഗൈസ്, ഈജിപ്തിലെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ 3 പൗണ്ട് കൊടുത്തിട്ട് ഈ പിരമിഡിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈജിപ്തിലെത്തി, പിരമിഡിന്റെ മുന്നെത്തിയിരിക്കുന്നു. എവിടെ പിരമിഡ് വന്നില്ല. ഗായ്സ് ഇതാണ് ഗായ്സ് പിരമിഡ്. ചെറുപ്പം മുതലേ കണ്ടുവരുന്ന സാധനം പിരമിഡ് ഗായ്സ്. Zephyr, you know what it looks like? It looks like... നമ്മൾ പിരമിഡിന്റെ മുന്നിലാണ് ഗായ്സ്. ഇതാണ് പിരമിഡ്. ഇതാണ് ഗേറ്റ്, ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡ്. ഇവിടെ എന്താ മറ്റേ പട്ടിൻ്റെ തല ഉണ്ടല്ലോ. Guys, pyramid.
പിരമിഡ്. അൽഹംദുലില്ലാ. പിരമിഡിലെ എൻ്റെ ഡ്രൈവറെ കാണിച്ചു തരാം ഗായ്സ്. പിരമിഡ് സൈഡിലാടാ. തിരിഞ്ഞ് തിരിഞ്ഞ്. ഗായ്സ് ഇതാണ് പിരമിഡ്. BC 235 പണ്ടത്തെ ഈജിപ്ഷ്യൻ ആൾക്കാർ പണി കഴിപ്പിച്ച പിരമിഡിന്റെ മുന്നിലൂടെയാണ് നമ്മൾ ഗായ്സ് കുതിരന്റെ പുറത്ത് കയറി പോകുന്നത്. പിരമിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ 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 മനുഷ്യന്മാർ വലിയ കല്ലുകൾ കൊണ്ട് നൈൽ നദിയിൽ നിന്ന് കല്ലെടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് ഗായ്സ് പിരമിഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് മേലെ തൊപ്പിയുണ്ടല്ലേ ഗായ്സ്, അതെന്താ അറിയോ, പണ്ട് പിരമിഡ് ഉണ്ടാക്കിയ സമയത്ത് ഇതിന് മേലെ ഒരു ലെയറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെയർ താഴോട്ടെല്ലാം അത് ഓരോ സമയം കഴിഞ്ഞ സമയത്ത് ആ ലെയർ പോയി മേലെ ടോപ്പിൽ മാത്രമാണ് ആ ലെയർ അവശേഷിച്ചിട്ടുള്ളത്. لسه في الجبل والله عند هربة كبيرة. حبيبي where is Faroa? Faroa. Mommy. Faroa. Sorry. No. Yes. Okay. ജമ്പ് പോരാ. ഗായ്സ് നല്ല കാറ്റാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. രണ്ട് പിരമിഡുകൾ ഒന്നിച്ച് കാണുന്ന വ്യൂ. ഗായ്സ് പിരമിഡ് കണ്ടു കഴിഞ്ഞു. ഇതിന്റെ ബാക്കിലുള്ളതാണ് ഗിസ സിറ്റി.